എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. ഇന്നലെ നമ്മളെല്ലാവരും നടക്കുന്നൊരു വാർത്തയാണ് ഇന്നലെ പുലർച്ചെ കേട്ട്. അവർക്ക് ആദരസൂചകമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഫസ്റ്റ് എൻ്റെ ചാനലിൽ ചേർത്ത് കൊടുത്ത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ എല്ലാവർക്കും നടക്കുന്നൊരു വാർത്തയായിരുന്നു. സങ്കടവും വിഷമവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളെ പോലെയുള്ള ആൾക്കാർ തന്നെ ഉറങ്ങി എണീറ്റപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥ ആണിപ്പോൾ അവിടെ നിന്ന്. അപ്പോൾ നമ്മൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റണ എന്ത് സഹായവും ചെയ്തു കൊടുക്കുക, അവരുടെ സങ്കടത്തിലും വിഷമത്തിലൊക്കെ എല്ലാവരും പങ്കുചേരുക ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിവിടെ നിലമ്പൂരാണ്, മലപ്പുറം ജില്ലയിലെ. അവിടെ ചാലിയാർ പുഴയിലൊക്കെ മൃതദേഹങ്ങൾ ഒഴുകി വന്നിട്ട് ഇവിടെ നമ്മുടെ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണാം കേട്ടോ. ഞാനിന്ന് മുട്ടൊന്നും ചേർക്കാത്ത ഒരു മയോണൈസും ഫിംഗർ ചിപ്സും ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ വലിയ 2-3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്ന് നമുക്ക് പൊയിങ്ങാണ്ട് മയോണൈസ് ഉണ്ടാക്കാനാണ്. മറ്റേ 2 തൊലിയൊക്കെ കളഞ്ഞങ്ങാണ്ട് ക്ലീനാക്കിയിട്ട് പീസാക്കി എടുക്കുക. ഇത് ഞാൻ ഉണ്ടല്ലോ തിളച്ച വെള്ളം തിളച്ചിട്ട് ഉപ്പിട്ടിട്ട് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളത്തേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം നല്ലോണം തിളക്കണം. എന്നിട്ട് ഉപ്പിച്ചിരി അധികം ഇട്ട് കൊടുക്കണം. കാരണം നമ്മളിത് വെള്ളത്തിൽ നിന്ന് കൊട്ടയ്ക്ക് വാരി വെക്കുകയാണ് കേട്ടോ. അതുപോലെ ഒന്നിങ്ങനെ തള വരാനേ പാടുള്ളൂ. ഇത് വേവാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ അതുപോലെ ഒന്ന് കളറ് ചേഞ്ചായി വരുമ്പോൾ തന്നെ, തിളച്ച് വരുമ്പോൾ തന്നെ കോരിയെടുക്കണം. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നല്ല ചൂടായി ഹൈ ഫ്ലെയിമിൽ ആണിത് വേവിച്ചെടുക്കുന്നത്. നല്ലതുപോലെ അങ്ങനെ പരത്തി ഒക്കെ നിരയായിട്ട് വെച്ച് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. സൺഫ്ലവർ യൂസ് ചെയ്യും വേണം. പിന്നെ ഇതൊന്ന് നെരിഞ്ഞ് വരുമ്പോൾ പിന്നെ അടക്കിയിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ അടക്കുമ്പോഴത്തേന് വെന്തിട്ടുണ്ടാവും. നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് വേവിക്കണോണ്ട് ഇത് കളറൊന്നും മാറാതെ നമുക്ക് എളുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും. ഞാൻ രാത്രിയാണ് ഈ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയത്. നേരം അപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട്. ശരിക്കും ഇത് പൊരിച്ചെടുത്തപ്പോൾ നല്ലൊരു ക്രീമി കളറായിരുന്നു കേട്ടോ. ലൈറ്റിൽ കാണുമ്പോൾ ഒരു കണ്ടോ അതുപോലെ കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാം ഞാനതുപോലെ പൊരിച്ചെടുത്തിട്ട് ഒരു അല്പം കുരുമുളക് പൊടി ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുരുമുളകിൻ്റെ ഇത്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പൊടി ഇട്ടിട്ട്, കുരുമുളക് പൊടി ഇട്ട്. അപ്പോൾ നമുക്കിന്ന് മയോണൈസ് ഉണ്ടാക്കാം. അതിനായി ഞാൻ പൊട്ടാറ്റോ ഇതുപോലെ കഷ്ണാക്കിയിട്ടാണ് വേവിച്ചെടുത്തത്. എന്നാൽ ഉള്ളൊക്കെ വെന്തിട്ടാൻ എളുപ്പമായിരിക്കും. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതും ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ പഞ്ചസാരയും അല്പം ഉപ്പ്, പിന്നെ വിനാഗിരി, പിന്നെ പാല്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നു. ഒരു ഉരുളക്കിഴങ്ങൊക്കെ മതിയാവുന്നാൽ തന്നെ
കുറേ ഉണ്ടാവും കേട്ടോ. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി പാലും പിന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് പിന്നെ അരക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലോണം ഇങ്ങനെ അരക്കരുത്. ഒന്ന് അരക്കുക, ഓഫ് ചെയ്യുക മിക്സി, പിന്നെ അരക്കുക, ഓഫാക്കുക, അങ്ങനെ ചെയ്യണം. നിൽക്കാതെ ഇങ്ങനെ അരച്ചു കൊടുക്കരുത്. അപ്പോഴാണ് ഈ മയോണൈസ് റെഡിയാവുക. എന്താ വീണ്ടും ഒരു 2 പ്രാവശ്യം കൂടി കുറേശ്ശം സൺഫ്ലവർ ഓയിൽ മാത്രം ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് അരച്ച് ഓഫാക്കുക. അങ്ങനെ നിർത്തി അരച്ച് ഒന്നെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മുട്ടൊന്നും ചേർക്കാത്തതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും ഇതേപോലെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ നമ്മളതിന് എടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളമൊന്നും ആവാത്ത സ്പൂൺ കൊണ്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെ നമ്മൾ കറിയൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒക്കെ കൊടുത്ത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇതും ഇല്ല, വിഷാംശം ഇല്ലല്ലോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. മറ്റേ പച്ചമുട്ടയൊക്കെ ചേർത്ത് നമുക്ക് കുറേ ദിവസം ഇങ്ങനെ എടുത്തേക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ വെച്ചാലും അതിൽ കേടായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പച്ചമുളക് അത് ഉണ്ടാക്കുന്നത് പച്ചമുളകും ഉപ്പും വിനാഗിരിയും ചേർത്ത് വേവിച്ചെടുക്കുന്നതാണ്. ഞാൻ ഇന്നാൾ ഷവർമ്മേൻ്റെ ഒരു വീഡിയോ ഇട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റി മയോണൈസും